സോ ഇന്നെൻ്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് ഗൈസ്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. കാരണം ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ജ്വല്ലറീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി എന്താ പറയുക പോവാൻ വേണ്ടി ഓൾറെഡി ലേറ്റ് ആയി ഞാൻ. പിന്നെ എന്നെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് വന്നിട്ട് വെയിറ്റിംഗ് ആണ്. സോ എനിക്ക് വേഗം പോകണം. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ പറയുക ഞങ്ങൾ പോവാണ് ആ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ശരിക്കും ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും മൈൻഡിൽ എത്രത്തോളം ഹാപ്പിയാണ്, പക്ഷേ എങ്കിൽ പോലും ഭയങ്കര ടെൻസ്ഡാണ്. കാരണം ഓരോ പാർട്ട് ലൈഫിൽ കംപ്ലീറ്റ് ആകുമ്പോഴും ഇനി അടുത്ത പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ടെൻഷൻ നല്ലോണം ഉണ്ട്. എനിക്കും ദായിവൾക്കും എന്നേലും വലിയ പേടിത്തുണ്ടിയാണെന്നാണ് പറയാം. സോ നമ്മളെല്ലാവരും ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സെൻറ്ററിൽ വന്ന് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ ആ ഒരു കോൺവെക്കേഷൻ്റെ ഹൈലൈറ്റ് അല്ലേ, ആ ഒരു ക്യാപ്പും ആ ഒരു കോട്ടും. സോ നമുക്കതൊക്കെ കിട്ടി, നമ്മളതൊക്കെ വെയർ ചെയ്തു. അപ്പോൾ ഞാൻ എന്നെ അതിലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ്? ജോലി കിട്ടുന്ന ഉറപ്പാണ്? നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു കോൺവെക്കേഷൻ ആയിട്ട്. ഓ, എന്താ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരോടും ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു റാൻഡം വീഡിയോ എടുക്കാൻ പറഞ്ഞു. കാരണം ഇതൊക്കെ ഒരു മെമ്മറിയാണ്. പിന്നെ അതുപോലെ നമ്മൾ കുറേ വർഷത്തിന് ശേഷം കാണുമ്പം ഈ ഒരു ലൈഫൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓരോ മൊമെൻറ്റിലും നമ്മളിങ്ങനെ റിഗ്രറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരരുത്. പിന്നെ കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡായി. ഉണ്ടായി എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തൊരു 3 മാസം പഠിക്കാൻ പറ്റി. എനിക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് തോന്നി. ടീച്ചർമാർക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ക്യാമറയിൽ നിന്ന് ഷൈൻ ആവാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇതൊരു പ്രോപ്പർ വ്ളോഗാണെന്ന് ചോദിച്ചാൽ വ്ളോഗല്ല, പക്ഷേ ഇതിൽ ഓരോ മൊമെൻറ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്തത് എൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആണ്. കാരണം ഇതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല എൻ്റെ ലൈഫിലെന്ന് എനിക്ക് കൺഫേം ഉള്ള മൊമെൻറ്റ്സ് ആണ്. പിന്നെ വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സെലിബ്രിറ്റി തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഹനാൻഷ ആണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഗസ്റ്റ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ്സൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ ഹനാൻഷാണ്. പിന്നെ ആളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാണ്. സോ ആളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. ചെറുതാണെങ്കിൽ കൂടി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. പിന്നെ നമുക്കൊരു കുഞ്ഞ് ഇനോഗ്രേഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹനാൻഷാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. എന്തോ ഒരു സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പുള്ളിയാണ് അപ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്ലിപ്സ് ഞാനിങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് ആളാണ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുക്കുന്നത്. എനിക്കും കിട്ടി, പക്ഷേ എൻ്റെ ക്ലിപ്സൊന്നും എനിക്ക് തൽക്കാലത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം വളരെ ഹാപ്പി ഈ ഒരു 2 സാധനം കിട്ടിയതിൽ. ചെറുതിലെന്തോ മെഡൽ മേടിച്ച് ഞാനാണ്. പിന്നെ ഇത്രയും നാൾക്ക് ശേഷം മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അവരുടെ എക്സ്പീരിയൻസ് പറയാണ്. ഇനി നമുക്ക് ആളുടെ ഒരു പാട്ട് കേൾക്കാം. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ടയേർഡായി. രാവിലെ തൊട്ടൊന്നും കഴിക്കാനുകൊണ്ട് തന്നെ പോകുന്ന വഴി ഞാനൊരു കേക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കേക്കും കൂടെ കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്.